എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ചേട്ടൻ ചോദിച്ചു എന്നോട് എന്തെങ്കിലും ഒരു അഴിമതി ഈ ഗവൺമെന്റിൻ്റെതായിട്ട് പറയാനുണ്ടോ എന്ന്. കഴിഞ്ഞ ദിവസമല്ലേ പ്രിയപ്പെട്ട സഖാവേ നിങ്ങളുടെ മുൻ MLA ആയിട്ടുള്ള പത്മകുമാർ ജയിലിൽ പോയത് സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടല്ലോ. ഈ രാജ്യത്തിലെ ശബരിമലയില് നമ്മളെല്ലാവരും ഞാനും നിങ്ങളും ഈ വൃശ്ചിക മാസക്കാലത്ത് ശബരിമലയിലേക്ക് പോകുമ്പോ അയ്യപ്പന്റെ സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിന്റെ മുമ്പിലുള്ള ദ്വാരപാലക ശില്പങ്ങളെ കട്ടെടുത്ത് പോയതിനാണ് അയാൾ ജയിലിൽ കിടക്കുന്നത്. ഒരു വാക്ക് മുഖ്യമന്ത്രി പത്മകുമാറെ മോശമായി എന്ന് പറഞ്ഞോ? പാർട്ടി നിന്ന് പുറത്താക്കണ്ട, നടപടി എടുക്കണ്ട, നിങ്ങൾ നടപടി എടുത്ത് പുറത്താക്കണ്ട. പത്മകുമാറെ ഇത് മോശമാണെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായോ? അഴിമതി ഉണ്ട്. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ നമുക്കറിയാലോ. കരിമണൽ കർത്ത ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കോടികളുടെ അഴിമതി വാങ്ങിയതിന്റെ ED നോട്ടീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിടക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ പോയി വായിച്ചു നോക്കിയാൽ മൈക്ക് കൊടുക്കും. വളരെ ഗൗരവത്തിലുള്ള ഒരു ആരോപണമാണ് പറഞ്ഞിട്ടുള്ളത് ശബരിമലയുടെ വിഷയത്തിൽ. അത് അങ്ങനെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. ശബരിമല പറയണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പോയില്ല. കൃത്യമായി അന്വേഷണ തെളിവുകൾ കൃത്യമായി പുറത്തുവിട്ട വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ജനം TV ആണ്. ഞങ്ങൾ പോയില്ല. അതിലേറെ അനുഭവത്തില അഭിമാനത്തിലുമാണ്. കാരണം ആ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ പ്രിയങ്കരനായിട്ടുള്ള ഇവർക്ക് പങ്കില്ലെങ്കിൽ ശരിയല്ല. VD സതീശൻ പറഞ്ഞത് കേരളത്തിൽ ഒരു വലിയ ബോംബ് പൊട്ടാൻ പോവാണെന്ന. ആ ബോംബ് പൊട്ടി ആഗോള സംഗമം പൊളിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏർപ്പാടാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു മറ്റേ സ്വർണ്ണ ജയിലിൽ കിടക്കുന്ന CPM-കാരാ. ഒരു മിനിറ്റ് ഇരിക്കുന്നു. സ്വർണ്ണപ്പാളി പോയി എന്ന് പറഞ്ഞു. ഇതാരെ കൊണ്ടുപോയത് ആരാണ് ശബരിമല കയറ്റിയത്? അത് കോൺഗ്രസ്. സതീശന് കേൾക്കാൻ ആഗ്രഹമില്ല. അയാൾ പേടിക്കുന്നുണ്ട്. കാരണം അയ്യപ്പൻ ഒരു കണക്കിന് ഇപ്പൊ വിശ്വാസമൊക്കെ ഉണ്ടല്ലേ, അല്പമൊക്കെ ആവാലോ. അപ്പൊ കോൺഗ്രസിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു ആരായിരുന്നു? പഴയ UDF നിയമിച്ച ഭാസ്കരൻ നായരുടെ ഗൺമേന ആരാണ്? കോൺഗ്രസ് ജീവനക്കാരുടെ സംഘടനയുടെ നേതാവ്. അങ്ങനെ 1, 2 കോൺഗ്രസിന്റെ നേതാക്കന്മാർ സമ്മതിക്കുന്നില്ലല്ലോ. ഒരു ചെറിയൊരു അങ്ങയുടെ കഴിഞ്ഞോ? ഞാൻ ഒന്ന് ഇവിടേക്ക് പോയിക്കോട്ടെ. ഈ സതീശന് ചിലത് കേൾക്കുമ്പോ ബേജാറുണ്ട്. ശബരിമല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും ഇതിന്റെ പേരിൽ മുരളിയുടെ ഒറ്റ ചോദ്യം, CPM-ഉം ഇടതുപക്ഷവും ഇപ്പോ അയ്യപ്പ ഭക്തർക്കൊപ്പമാണോ അല്ലയോ? അയ്യപ്പ ഭക്തർക്കൊപ്പമാണല്ലോ. കോടികൾ ചെലവാക്കിയത് എന്തിനാ മുരളിയേട്ടാ? രണ്ട് കാര്യം എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു, ഞാൻ അതിലോട്ട് വരാം. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ഞാനായിട്ട് ഇനി തുടങ്ങി വെച്ചുകൊണ്ട് RSSകാർ പറഞ്ഞു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിരുന്നു. ഇപ്പോൾ ഇവിടെ വിഷയം വന്ന സ്ഥിതി ഞാൻ പറയാം. ഇവിടെ പത്മകുമാറിനെ ചോദ്യം ചെയ്ത സമയത്ത് പറഞ്ഞു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി തന്നത് കടകംപള്ളി സുരേന്ദ്രനാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു മിനിറ്റ് ഞാൻ പൂർണ്ണമായി പറഞ്ഞ ശരിയാം. ഇതിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ്റെ റോൾ എന്താണ്? അത് CPM പറയാൻ തയ്യാറാണ്. 2, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു അല്പം വിശ്വാസമൊക്കെ ആവാമെന്ന് പറഞ്ഞു, വിശ്വാസികളോടൊപ്പമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഇവർ നൽകിയ ഒരു അഫിഡവിറ്റ് ഉണ്ടായിരുന്നു.
യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അത്തരത്തിലുള്ള പുറത്ത് പറയാൻ പറ്റില്ല ആ സ്ത്രീകളെ കുറിച്ചുകൊണ്ട് ആ സ്ത്രീകളെ പോലീസ് യൂണിഫോം ധരിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്ത് കയറ്റി ഭക്തവിശ്വാസികളുടെ ആ വിശ്വാസത്തിനെ തുരങ്കം വെക്കാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അതിന് മറുപടി വേണം. 3 വർഷങ്ങൾക്ക് മുൻപാണ് ഇവരുടെ തന്നെ നേതാവ് കേരള നിയമസഭയുടെ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു ഗണപതി മിത്താണ്, അന്ധവിശ്വാസം ആണെന്ന് പറഞ്ഞു. ഇവരുടെ MV ഗോവിന്ദൻ പറഞ്ഞു മിത്തല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ 2 3 വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ഗണപതി മിത്താണെന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പറയുന്നു ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്ന്. ഇത്തരത്തിലെ തോന്നുമ്പോൾ കാണുന്നവനെയൊക്കെ ഇവരെ എന്താ വിളിക്കാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ നിലപാടെടുത്തുകൊണ്ട് ഇവർ പോകുന്നത് ശരിയാണ്. ഇവിടെ ആദ്യം ഇവർക്ക് ഗണപതി മിത്താണ്, വോട്ടിലെ ജനങ്ങളൊക്കെ എതിരാന്ന് കാണുമ്പോൾ ഭക്തജന വിശ്വാസികൾ. അങ്ങനെയാണെങ്കിൽ ഇവർ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് എന്തായിരുന്നു? ആ അഫിഡവിറ്റ് എന്താണ്? ഇത്തരത്തിൽ വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് വിശ്വാസികളെ അട്ടിമറിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടി, ചവിട്ടി മെതിക്കുന്നതിന് വേണ്ടി പുണ്യ പൂങ്കാവനമായ ശബരിമലയിലേക്ക് ആ 2 പെണ്ണുങ്ങളെന്ന് പറയാൻ പറ്റില്ല, അവരെ പറയേണ്ട വാക്ക് ഒരു പൊതു ചർച്ചയിൽ പറയാൻ പറ്റില്ല.